കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുരുഷന്മാർക്ക് അനുകൂലമായി സ്ത്രീകൾ പുരുഷന്മാരെ ഡൈവേഴ്സ് കേസിൽ വട്ടം ചുറ്റിക്കുന്നത് സംബന്ധിച്ച് വലിയൊരു പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് സുപ്രീം കോടതി നേരെ തിരിച്ച് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രസ്താവന പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അഭിപ്രായത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിലും സംസ്കാരങ്ങളിലും സ്ത്രീകളെ അടിച്ചമർത്താനും നിയന്ത്രിക്കാനുമുള്ള ഒരു ഉപകരണമായി വിവാഹം പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിരുന്നാലും ആധുനിക നിയമ സാമൂഹിക പരിഷ്കാരങ്ങളുടെ വിവാഹം ഇപ്പോൾ ക്രമേണ സമത്വത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു പങ്കാളിത്തമായി പുനർനിർവചിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും പരസ്പര സാംസ്കാരിക വീക്ഷണങ്ങൾ, കുടുംബ നിയമത്തിലെ ഉയർന്നു വരുന്ന പ്രവണതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ബുധനാഴ്ച നടന്ന സെമിനാറിൽ സംസാരിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് ഇതൊരു അസൗകര്യകരമായ സത്യമാണെന്ന് സമ്മതിച്ചു. നിലവിലെ നിയമ സാമൂഹിക പരിഷ്കാരങ്ങൾ വിവാഹത്തെ സമത്വം, അന്തസ്സ്, പരസ്പര ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പവിത്രമായ പങ്കാളിത്തമായി മാറ്റുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള നിയമചട്ടക്കൂട്, വിവാഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലമെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ജുഡീഷ്യറിയും നിയമസഭയും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു നിയമചട്ടക്കൂട് സൃഷ്ടിക്കാൻ മുൻകൈ എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ വിവാഹം ഒരു സിവിൽ കരാറല്ല, മറിച്ച് പവിത്രവും ശാശ്വതവുമായിട്ടുള്ള കൂദാശയായി കണക്കാക്കപ്പെട്ടിരുന്നുവെന്നും കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ ക്രോഡീകരിച്ച നിയമങ്ങളെക്കാൾ സാമൂഹികവും ധാർമ്മികവുമായ മാനദണ്ഡങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം നമ്മുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിച്ചു. പോരാത്തതിന് ഇപ്പോൾ അതിർത്തി കടന്നുള്ള വിവാഹ തർക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിദേശ വിവാഹമോചനമോ വിവാഹ തീരുമാനങ്ങളോ അംഗീകരിക്കുന്നതിന് സുപ്രീം കോടതി വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നിരുന്നാലും ഈ തീരുമാനങ്ങൾ വഞ്ചനയിലൂടെ നേടിയതാണെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവിക നീതിയുടെ തത്വങ്ങളുടെയോ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളുടെയോ ലംഘനമാണെങ്കിൽ അവ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടില്ലെന്നും സുപ്രീം കോടതി ജഡ്ജി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.